നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. പരിവർത്തനം ശ്രീരാമദാസന്റെ പേരിൽ കോട്ടയത്ത് വീണ്ടും മതപരിവർത്തനം. ചടങ്ങ് സംഘടിപ്പിച്ചത് ശ്രീരാമദാസ മിഷൻ എന്ന സംഘടന. ഉഴവൂർ കരിനൊച്ചിയിൽ മതം മാറിയത് 16 പേർ. 2 മാസത്തിനിടെ കോട്ടയത്ത് മതപരിവർത്തനം നടന്നത് 2 തവണ. കഴിഞ്ഞ മാസം നാഗമ്പടത്തും കാഞ്ഞിരപ്പള്ളിയിലും മതം മാറിയത് 20 പേർ. ഖർവാപ്പസിയിൽ കേന്ദ്ര സർക്കാരിന്റെ മൗനത്തിൽ ലത്തീൻ കത്തോലിക്ക സഭ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. പരിഹാരം തേടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നാളെ ഡൽഹിയിൽ. പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കാണും. കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാൻ സമയം ചോദിച്ചു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചത് റബ്ബർ വിലത്തകർച്ച, മുല്ലപ്പെരിയാർ, പ്ലാച്ചിമട ബിൽ എന്നീ വിഷയങ്ങളിൽ. കൊച്ചി വിമാനത്താവളത്തെ രാജ്യാന്തര ഹബ്ബാക്കുക, വെട്ടിക്കുറച്ച മണ്ണെണ്ണ വിഹിതം പുനഃസ്ഥാപിക്കുക എന്നിവയും ചർച്ചയാകും. മെട്രോ സ്വപ്നത്തിന് ഇനി ഒരാണ്ട്. കൊച്ചിയിൽ മെട്രോ ട്രെയിൻ 2016 ജൂണിന് മുൻപ് ഓടിത്തുടങ്ങുമെന്ന് ഇ ശ്രീധരൻ. നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. കോച്ചുകൾ എത്തുന്നത് അടുത്ത ജനുവരിയിൽ. കോച്ച് നിർമ്മാണത്തിന് DMRC, KMRL പ്രതിനിധികൾ ഉൾപ്പെട്ട പ്രത്യേക സമിതി ഈ ആഴ്ച യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. വോട്ട് വിമാനത്തിൽ വരും. പ്രവാസി വോട്ട് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് അനുകൂല നിലപാട്. പ്രവാസികൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വോട്ടു ചെയ്യാം. അന്തിമ നിലപാട് 8 ആഴ്ചയ്ക്കകം വ്യക്തമാക്കണമെന്ന് സുപ്രീം കോടതി. പോളിംഗ് ഏതു രീതിയിൽ നടപ്പാക്കുമെന്ന് കോടതിയുടെ ചോദ്യം. മന്ത്രാലയങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെന്ന് സർക്കാർ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ വോട്ടിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.